ഞാൻ റിലേഷനിലായിരുന്നല്ലോ. ഇപ്പൊ ആ റിലേഷനും അവസാനിച്ചല്ലോ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മളെയും ആ വ്യക്തിയെയും രക്ഷപ്പെടുത്തണം. സുഖഭോഗങ്ങളോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. വേണ്ടത്ര അനുഭവിച്ചു. ഇനി കുറച്ചു കാലം എനിക്കൊരു ലളിത ജീവിതം നയിക്കണം. ഇറ്റ്സ് അഡ്വാൻറ്റേജ് ഫോർ മീ ആസ് എ ആക്ടർ, ബട്ട് ആസ് എ പാർട്ട്ണർ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ് പാർട്ട്ണർ. മനസ്സിലായി എന്തോടാ ആർക്കറിയാം. അത് ആ വ്യക്തിക്കും എനിക്കും മനസ്സിലായി. കാരണം ഇത് രണ്ടും സുഗമമായിട്ട് മുന്നോട്ട് പോകില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? വിശ്വസിച്ചിട്ട് കൊറോണത്തിന് കൂടെ കൂട്ടും, എന്നിട്ട് ലാസ്റ്റ് കൊത്തിയിട്ടിട്ട് പോകും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എണ്ണത്തിന് ഞാൻ കൂട്ടി 2 വർഷം കൂടെ കൂട്ടി ലാസ്റ്റ് പണിയായി. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ഒരു കഴുതൊക്കെ കാര്യം മനസ്സിലായി. എന്റെ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ച 2 കാര്യം ആരും വിശ്വസിക്കരുത്, ഒരു തെണ്ടിയാണ് വിശ്വസിക്കരുത്, പിന്നെ ഒരു നാരിയും വിശ്വസിക്കരുത്. എന്റെ അനുഭവമാണ് ഞാനീ പറഞ്ഞത്. അതാരായാലും നമുക്ക് കുറേ വാഗ്ദാനങ്ങളും തരും, അവരൊറ്റൊന്നിനെ വിശ്വസിക്കുകയും ചെയ്യരുത്. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. ഇത്ര ഞാൻ ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. 2 വർഷം ഈ സമയം മെഡിസിന് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ ഡോക്ടറായേനെ, LLBക്ക് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ വക്കീലായേനെ, ജയിലിൽ പോയിരുന്നെങ്കിൽ ഞാനിപ്പോ റിലീസ് ആയേനെ. എന്നിട്ട് എന്നെ സത്യം പറയാതെ തേച്ചിട്ടില്ല, നല്ല 3G ആക്കി വിട്ട്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. ആരും വേണ്ട മോളെ, അതാ നല്ല സത്യം. നമുക്ക് ആരും വേണ്ട, അതാ നല്ല. റിലേഷൻഷിപ്പിലൊന്നും ചെന്ന് ചാടല്ല ടോനെ, സിംഗിൾ പസംഗ അത് തന്നെയാണ് മാസ്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.